നമ്മുടെ 2 കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായി. അവർ ജയിലിൽ കിടന്നു. ശിക്ഷയല്ലത്, ജയിലിൽ കിടക്കാൻ അണ്ടർ ട്രയലിലായിട്ട് ജയിലിൽ കിടന്നു. മനുഷ്യക്കടത്താണ് അവരുടെ പേരിൽ ആരോപിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാനത് പറയാനിടയായെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ നിയമവശങ്ങളും ഒക്കെ തന്നെ പറയുന്നത്. അല്ലാതെ എനിക്ക് ഈ കന്യാസ്ത്രീകൾ എൻ്റെ ബന്ധുക്കളൊന്നുമല്ല, എൻ്റെ ആരുമല്ല. പക്ഷേ അവരങ്ങനെ ചെന്നപ്പോൾ അവരങ്ങനെയുള്ള അവരുടെ പ്രവൃത്തിയിൽ നിന്ന് അവർക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞപ്പോൾ അവർക്ക് നീതി കിട്ടണം. അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഞാൻ അതിനെക്കുറിച്ച് പറയാനിടയായി കഴിഞ്ഞപ്പോൾ ഇനി അതുപോലെ തന്നെ ഓരോ 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 ആളുകൾ അതിനെ സംബന്ധിച്ച് അവസാനം അവർക്ക് ജാമ്യം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അത് വളരെ നീതിബോധമുള്ള ഒരു ന്യായാധിപനായതുകൊണ്ട് ഈ അവരുടെ പേരിലുള്ള ഈ ആരോപണങ്ങൾ ശുദ്ധ കള്ളമാണെന്ന് ആ ന്യായാധിപന് ബോധ്യമായതുകൊണ്ടാണ് അവർക്ക് ജാമ്യം കിട്ടിയത്. ഇല്ല, ജാമ്യം കിട്ടത്തില്ല. കാര്യം ഇത് ഇൻവെസ്റ്റിഗേഷൻ പ്രിലിമിനറി സ്റ്റേജാണ്. അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ ജാമ്യത്തിൽ വിടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ, തർക്കിച്ചു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ഒഫൻസ്, മനുഷ്യക്കടത്ത്, ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഒക്കെ ആരോപിച്ചുള്ള ഒരു കുറ്റത്തിൽ നിന്ന് അവർക്ക് ജാമ്യം കിട്ടുകയില്ല. അപ്പോൾ അതുകൊണ്ട് ജാമ്യം കിട്ടിക്കഴിഞ്ഞ ഉടനെ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് ഓരോരുത്തർ ചെയ്തു കൊടുത്തതാണ് എന്നുള്ള രീതിയിലുള്ള ഓരോ ആളുകളെ അങ്ങ് പ്രകീർത്തിച്ചുകൊണ്ട് ഈ ആളുകളൊക്കെ അങ്ങോട്ട് അതിൻ്റെ പുറകെ നടക്കാനിടയായി. അപ്പം ഞാൻ പറഞ്ഞത് അത് ശരിയല്ല, അത് ആരും വിചാരിച്ചുകൊണ്ട് കൊടുത്തല്ല. ഈ കേസ് കള്ളക്കേസാണെന്ന് ആ ന്യായാധിപന് ബോധ്യമായതുകൊണ്ട് ജാമ്യം കിട്ടി. ഇല്ലെങ്കിൽ ജാമ്യം കിട്ടത്തില്ല, അത് കിടക്കേ ഉള്ളൂ. കുറേ ആളുകൂടെ കഴിയും. എന്നിട്ട് കുറ്റപത്രം വരുമ്പോഴാണ് പിന്നെ ഇത് പരിശോധിച്ചിട്ട് വല്ലതും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ അതുവരെ നടക്കുന്നില്ല, ഇവരെ പൊക്കളയും, ഇവരെ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും എന്നൊക്കെ പറയും. ഏതായാലും ശരി, അത് കള്ളക്കേസാണെന്ന് ബോധ്യപ്പെട്ടു അവർക്ക്. കള്ളക്കേസെന്ന് പറഞ്ഞാൽ ഇത് മനുഷ്യക്കടത്തൊന്നുമല്ല നടത്തിയത്. അതായത് അവിടുന്ന് 3 സ്ത്രീകളെ അവിടുന്ന് ജോലിക്ക് വിളിച്ചുകൊണ്ട് പോയതാണ്. അവിടെ ജോലി ചെയ്യാനായിട്ട് എത്രയോ പേരെ കൊണ്ടുപോകും, അവരെ വിളിച്ചുകൊണ്ട് പോയി. അവർ പ്രായപൂർത്തിയായ ആളുകളുമാണ്, ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഓഫ് മൈനേഴ്സും അല്ല. അപ്പോൾ ഇവരെ ഇതുപോലെ വിളിച്ചുകൊണ്ട് പോയതിന് ആ പാവങ്ങൾക്ക് ജോലി കിട്ടിയേനെ. അത് ഏതായാലും തടഞ്ഞു. അവർ കരഞ്ഞുകൊണ്ട് പറയുന്നത് നമ്മളെല്ലാം കേട്ടു. ഈ സ്ത്രീകൾ, കാരണം അവർ വളരെ വലിയ ഭീഷണിയിലാണ്, അവർക്കവിടെ കഴിയാൻ ഒക്കുന്നില്ല, ആ രീതിയിലാണ്. അപ്പോൾ എന്ത് പറഞ്ഞാലും ശരി, ഇപ്പോൾ അമ്മയെ തല്ലിയെന്ന് പറഞ്ഞാലും ഇതിന് അനുകൂലിക്കാൻ പറയും, അമ്മയ്ക്ക് 2 അടി കിട്ടേണ്ടത് തന്നെയാണ് കേട്ടോ ആ അമ്മയ്ക്ക്. അത് എന്നാലും ചിലർ പറയും, ഒരു ഭാഗം അങ്ങനെ പറയാനും കാണും. മറ്റേ ഭാഗം പറയും, അത് എന്തായാലും അമ്മയല്ലേ, അമ്മ ഒരിക്കലും തല്ലാൻ പാടില്ലായിരുന്നു പറയും. ഇങ്ങനെ പറയുന്നവന്മാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇടുമ്പോൾ എൻ്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് കാണിച്ചിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ നടക്കുന്ന ചില തെണ്ടികളുണ്ട്. അത് നാണമില്ലേ ഇവനൊക്കെ? വേറെ ജോലി പോയി ചെയ്തൂടെ? സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കിയിട്ട് അത് ചെയ്തോളൂ. അല്ലാതെ അയാൾ ഇങ്ങനെ പറഞ്ഞത് ഇന്നതുപോലെ തിരിഞ്ഞിരിക്കുന്നു, അതിൻ്റെ മൂല തിരിഞ്ഞിരിക്കുന്നു. അത് കമാൽ പാഷ ഇങ്ങനെ പറഞ്ഞത് തെറ്റാണ്. പിന്നെ എൻ്റെ അടുത്ത് നീതിദേവത ഇരിപ്പുണ്ട്. നീതിദേവത ഈ വീട്ടിൽ ഒരുപാടിടത്ത് ഇരിപ്പുണ്ട്. ഒരുപാട് പേര് എനിക്ക് തന്നേക്കുന്ന പ്രസൻ്റാണിത്. എൻ്റെ ജോലി കഴിഞ്ഞതിന് ശേഷം ഓരോ സംഘടനകളും ആൾക്കാരും ഒക്കെ തന്നേക്കുന്ന പ്രസൻ്റാണ്. ഈ വീട് മുഴുവൻ ഇരിപ്പുണ്ട്. ആ നീതിദേവത എനിക്ക് അടുത്ത് വെച്ചുകൂടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാന്ന് എനിക്ക് അറിഞ്ഞൂടാ എൻ്റെ കാര്യം. നീതിദേവത എന്ന് പറഞ്ഞാൽ നീതിയാണ്, നീതിയുടെ ചിഹ്നമാണ്. നീതി ഇല്ലാത്ത ഒരു കാര്യവും ഞാൻ വിളിച്ചു പറയാറുമില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ പറയാറുണ്ട്, അതാണ്. പിന്നെ ഇനി കമാൽ പാഷയ്ക്ക് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി അയാൾ പറഞ്ഞ ഇന്നത് തെറ്റ്. എടോ മനുഷ്യ, ചിലപ്പോൾ തെറ്റൊക്കെ പറയും. മനുഷ്യനാണ് ഞാനെല്ലാം തെറ്റിനൊന്നും അതീതനാണെന്ന് ഞാൻ പറഞ്ഞില്ല. എനിക്ക് ചിലപ്പോൾ തെറ്റ് പറ്റാം. അറിയാവുന്നത് ഞാൻ പറയാറുണ്ട്. അത് കഴിയുന്നതും തെറ്റ് പറ്റാതെ ഞാൻ സൂക്ഷിക്കാറുണ്ട്. അത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എറർ ഈസ് ഹ്യൂമൻ, ഇതാണ് മനുഷ്യ സഹജമാണ് തെറ്റെന്ന് പറയുന്നത്. പക്ഷേ അത് പുറത്തു കൊടുക്കുക എന്ന് പറയുന്നത് ദൈവീയമാണെന്ന് പറയുന്നില്ലേ? നിനക്കൊക്കെ ഈ പറയുന്നവനൊക്കെ, ഈ കുറ്റം പറയുന്നവനും എന്നെ ചീത്ത പറയുന്നവനുമൊക്കെ അതൊന്നും മനസ്സിലാക്കിക്കൂടെ ആ തത്വം? ഇനി അതും പോട്ടെ, ഇത് എന്നെ പറഞ്ഞാട്ട് ഇതിനുള്ള നേടുന്നത് എന്നെ ചോദിക്കും. എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇത് ആദ്യം എനിക്ക് വിചാരിച്ച് ഇവനൊക്കെ ഇതുപോലെ ഈ വൃത്തിയടക്കം വിളിച്ച് പറയുന്നത് ഞാനതിനെ കേൾക്കാനിരിക്കുന്നത്, എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ഞാൻ ജനങ്ങൾക്കിത് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഇതങ്ങ് കളയാം എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു, ഇതുപോലുള്ള ഈ വൃത്തികെട്ടവന്മാർ പറയുന്നതും കേട്ടുകൊണ്ട് ഞാനിത് നിർത്തേണ്ട കാര്യം എന്തുവാ? അപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് അതിൻ്റെ കാര്യം എനിക്കില്ല. എന്നിട്ട് പറയുന്നത് എന്താ, ഞാൻ BJP കാരനൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തുടങ്ങും.
എന്നിട്ട് പിന്നെ അത് ഇവൻ്റെ ഈ പ്രൊഫൈലും അതുപോലെ ഫേസ്ബുക്കും ഒക്കെ എടുത്ത് ഞാൻ നോക്കിച്ചപ്പോൾ കാണുന്നത് കുമ്മന രാജശേഖരനും അതുപോലെ തന്നെ ജനം ടി വിയിലെ അനിൽ നമ്പ്യാർ, ഇവരൊക്കെ മുസ്ലിം ലീഗുകാരായിരിക്കുമല്ലേ, അതായിരിക്കും ചിലപ്പോൾ. ഇവർ ഇങ്ങനെയുള്ള ആളുകളും പിന്നെ ഈ ബി ജെ പിയുടെയൊക്കെ ഏറ്റവും തലപ്പത്തുള്ള നേതാക്കളും ആയിട്ടൊക്കെ ഉള്ള അവരുടെയൊക്കെ പടങ്ങൾ, ഈ പറഞ്ഞ ആളുകളുമായിട്ടുള്ള ഫോട്ടോകൾ, ഇതുമൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. ബി ജെ പിക്കാരനല്ല. ഇനി ബി ജെ പിക്കാരനായാലും എനിക്കൊന്നുമില്ല, അയാൾ ബി ജെ പിക്കാരനായിക്കോട്ടെ, നേരിട്ട് പറയേണ്ട ഇത് പറയാൻ തൻ്റെ ഇടമുള്ളവന്മാർ നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഇവരുടെ പേര് കേസ് കൊടുക്കാം, കാരണം എന്നെ ആക്ഷേപിക്കുന്നതിന്. പക്ഷേ അത് അവരുടെ ആവശ്യം അതാണ്, എന്നെ വലിച്ച് ഇതിലോട്ട് വെളിയിലിറക്കണം, ഞാനിതിനും ഇതുപോലെ ആ രീതിയിൽ പ്രതികരിക്കണം. കാരണം എന്താ, ഇവന് വലുതാവാൻ. അതിന് എനിക്ക് സൗകര്യമില്ല സഹോദര. നീയൊക്കെ എന്താ വിചാരിച്ചാലും ഞാൻ അതിനിറങ്ങത്തില്ല. നീക്ക് എന്ത് വേണമെങ്കിലും വിളിച്ച് പറഞ്ഞോളൂ. കുറേ എണ്ണം ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നു, ഇപ്പോൾ അവന്മാരൊക്കെ നിർത്തി. ഇപ്പോൾ പുതിയൊരുത്തം വന്നേക്കുക രംഗത്ത്. അവൻ ഭാഗങ്ങളായിട്ടാണ് എൻ്റെ ഇറക്കുന്നത് കേട്ടോ. അത് എൻ്റെ വീഡിയോകളൊക്കെ എടുത്ത് എൻ്റെ വീഡിയോ എടുത്ത് ക്രിട്ടിസൈസ് ചെയ്യാതല്ലാതെ നിനക്ക് സ്വന്തമായിട്ട് ഒരെണ്ണം നീ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ചെയ്യാൻ പഠിക്കാതെ. എൻ്റെ തെറ്റുകൾ കണ്ടുപിടിക്കാനാണെങ്കിൽ ഒരു മനുഷ്യന്, ഞാൻ ഈ പറയുന്നതിലൊക്കെ ചിലപ്പോൾ തെറ്റൊക്കെ കാണും, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. വയസ്സൊക്കെ ആയി, ചിലപ്പം ഓർമ്മ പെശകും ഒക്കെ ചിലപ്പം വരാം. അപ്പോൾ അതിനകത്ത് അങ്ങനെ പറഞ്ഞു, മറ്റേത് ഇങ്ങനെ പറഞ്ഞു, മറ്റേടത്തും ഇന്ന പറഞ്ഞു, ആ പറഞ്ഞത് ശരിയല്ല, ഈ പറഞ്ഞത് ശരി. ഇതൊക്കെ പറയാൻ എളുപ്പമാണ് ഒരുത്തനെ പറഞ്ഞുകൊണ്ട്. സ്വന്തമായിട്ട് ആദ്യം ഒരു കാര്യം ചെയ്യാൻ നോക്ക്, ക്രിയേറ്റീവായിട്ടുള്ള ഒരു വർക്ക് സ്വന്തമായിട്ട് ചെയ്ത് പണം ഉണ്ടാക്കുക. അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഇതുപോലെ വല്ലവനും ചാരിയാണോ? എന്നെ കല്ലുറക്കി എറിഞ്ഞുകൊണ്ട് എന്താ കാര്യം? പിന്നെ വേറെ കാര്യമുണ്ട്, ഈ മാങ്ങയുള്ള മാവിലെ ആളുകൾ കല്ലുറക്കി എറിയും, അതാ കാര്യം. കാരണം ഇവനൊക്കെ സ്വന്തമായിട്ടൊന്നും ചെയ്യാനൊക്കത്തില്ല. അവസാനം എന്താ, വല്ലവനും അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ്. ഞാൻ ആരെയും ഇതുവരെ ഒരു മനുഷ്യനെയും ഞാൻ ക്രിട്ടിസൈസ് ചെയ്ത് ഈ എൻ്റെ ഇത് എണ്ണം കൂട്ടാനോ വ്യൂവർഷിപ്പ് കൂട്ടാനോ ഒന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. ഇതൊക്കെ ഈ പറയുന്നവനൊക്കെ അങ്ങനെ വേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്തൊരു കാര്യം ചെയ്യണം. എൻ്റെ സഹോദരങ്ങൾ, എന്നെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് കളയാത്തത്. ആ ആളുകളെയൊക്കെ എനിക്കിഷ്ടമാണ്. ഒരുപാട് പേര് സങ്കടത്തിൽ വിളിച്ചു പറയും, സാറിനെ കുറിച്ച് ഇങ്ങനെ ഒരു തന്നെ ഇന്നതുപോലെ പറഞ്ഞു. ഞാൻ പറയാം, അത് അങ്ങനെ അല്ല സാർ, അത് പ്രതികരിക്കണം. ഞാൻ പറഞ്ഞ് ഞാൻ അനങ്ങത്തില്ല എന്നൊക്കെ ഞാൻ പറയും. പക്ഷേ പറഞ്ഞെങ്കിലും ഇതിപ്പോൾ ഇങ്ങനെ ഭാഗങ്ങളായിട്ട് എൻ്റെ എല്ലാ വീഡിയോയും എടുത്തിട്ട് ഇതുപോലെ ക്രിട്ടിസൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഇനി ഞാൻ ഇനി ഇവനെ ഇത് ആവർത്തിച്ചാൽ ഇവൻ്റെ പേരും ഇവൻ്റെ എല്ലാ വിവരങ്ങളും ഞാൻ വെളിപ്പെടുത്തും കേട്ടോ. അതിന് പിന്നെ അവനെ കല്ലുപറക്കി എറിക്കാൻ വേറെ ആൾ കാണും. ഞാൻ ഇതൊന്നും ചെയ്യിക്കത്തില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല, ഞാൻ കളയും. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് നമുക്ക് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ വരും നമുക്ക് ജീവിതത്തിൽ. നമ്മൾ നല്ല കാര്യം ഉദ്ദേശിച്ച് ചെയ്യുന്നതാണ്, അത് പൊതുജന നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഈ വിവരങ്ങളൊക്കെ ഞാൻ പറയുന്നത്. അതല്ലാതെ ഇത് ആരെ ഹർട്ട് ചെയ്യാനോ ഒരു മുറിവേൽപ്പിക്കാനോ അതിനൊന്നുമല്ല. നല്ല കാര്യങ്ങൾ പറയുകയാണ്. പിന്നെ നല്ല കാര്യങ്ങളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് തോന്നും വർഗീയത. അത് പറയുന്നത് എന്താ, അയാൾക്ക് ഇവിടെ സീറ്റ് വേണം, എവിടെ ഈ എന്തോന്ന് ഇത് വീടിനടുത്ത് സീറ്റ് ഒപ്പിക്കാൻ. എനിക്കൊരു സീറ്റും വേണ്ട ഒരുത്തൻ്റെയും. ഇവിടെ ഒരുത്തനെയും കയറ്റത്തുമില്ല സീറ്റും കൊണ്ടുവരുന്നതന്നെ. ഇവിടെ വേണ്ട സീറ്റ്. എനിക്കതിന് താല്പര്യവുമില്ല, എനിക്കതിന് സൗകര്യപ്പെടുത്തുമില്ല, എനിക്ക് രാഷ്ട്രീയവും ഇല്ല. എനിക്ക് ജാതി മതം ഉണ്ടോയെന്ന് ചോദിച്ചാൽ മുസ്ലിമായി ജനിച്ചു പോയി. അതൊഴിച്ചാൽ ഞാൻ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന ആളാണ്. ആ രീതിയിലേ ഇനിയും കാണുകയുള്ളൂ. അതുകൊണ്ട് നീയൊക്കെ എന്ത് വിളിച്ച് പറഞ്ഞാലും എനിക്കൊന്നുമില്ല.